പരിശുദ്ധ അമ്മയുടെ കൈപിടിച്ച് തലമുറകളുടെ വിശ്വാസയാത്ര. ആ യാത്രയിൽ മഞ്ഞളാമ്പുറം സെൻറ് തെരേസസ് യൂണിറ്റിലെ അമ്മമാർ ഒത്തൊരുമയോടെ കൈകോർക്കുന്നു. മഞ്ഞളാമ്പുറം സെൻറ് ആൻ്റണീസ് ചർച്ച് രൂപീകൃതമായി ഏറെ താമസിയാതെ തന്നെ ഈ യൂണിറ്റിൻ്റെ പ്രഥമ യോഗം 2013 സെപ്റ്റംബർ 17 നടക്കുകയുണ്ടായി. അതിനുശേഷം ഒരു വർഷം തികയുന്നതിന് മുമ്പ് തന്നെ ഈ യൂണിറ്റിനെ മാതൃവേദി സമ്പൂർണ്ണമായി പ്രഖ്യാപിക്കുന്നതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. 2014 മാർച്ച് 30 തലശ്ശേരി അതിരൂപത ഫാമിലി അപ്പസ്തോലിക് ഡയറക്ടർ റവറൻഡ് ഫാദർ അബ്രഹാം പുതുശ്ശേരി ഈ യൂണിറ്റിനെ സെൻറ് തെരേസാസ് യൂണിറ്റായി നാമകരണം ചെയ്യുകയും ഈ യൂണിറ്റിനെ സമ്പൂർണ്ണ മാതൃവേദിയായി പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇതിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഡയറക്ടർ അച്ഛനും ഞങ്ങളുടെ ആനിമേറ്ററായ സിസ്റ്റർ ആൻമേരിയും എല്ലാ പ്രവർത്തനങ്ങൾക്കും ഞങ്ങളുടെ കൂടെ ഒത്തൊരുമയോടെ നിൽക്കുന്നു. ഞങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ഏറ്റവും പ്രധാനമായി പറയേണ്ടത് സാധു യുവതികളുടെ പഠന സഹായത്തിനും കുഞ്ഞുങ്ങളുടെ പഠനത്തിന് വേണ്ട സഹായം എത്തിച്ചു കൊടുക്കലും, തുടർന്ന് രോഗികളായി വീട്ടിൽ കിടക്കുന്നവരെ സന്ദർശിച്ച് അവർക്ക് വേണ്ട സഹായങ്ങൾ എത്തിച്ചു കൊടുക്കുകയും ഒക്കെയാണ്. ഇതിലെല്ലാം ഉപരിയായി എല്ലാ 2ാം ശനിയാഴ്ചയും 3 മണിക്ക് ചേരുന്ന യൂണിറ്റ് മീറ്റിങ്ങിൽ ഈ യൂണിറ്റിലെ അമ്മമാർക്കായി പ്രത്യേക ക്ലാസ്സുകൾ നടത്തി വരുന്നു. ഇതിൽ പ്രധാനമായി കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ അവരുടെ എങ്ങനെ സാമൂഹ്യ തിന്മകൾക്കെതിരായി പ്രവർത്തിക്കാം, കുടുംബങ്ങളിൽ അമ്മമാരുടെ മക്കളെ വളർത്തേണ്ടതിൻ്റെ പ്രാധാന്യം, ജൈവ കൃഷിയെ എങ്ങനെ പ്രോത്സാഹിപ്പിക്കാം എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് കൂടുതലായും ഈ ക്ലാസ്സുകളിലൂടെ അമ്മമാർക്ക് നൽകി വരുന്നത്. കൂടാതെ പരസ്പര സഹായ നിധി രൂപീകരണം നടത്തി ഫണ്ട് രൂപീകരിച്ച് ഈ യൂണിറ്റിന് വേണ്ട പ്രവർത്തനങ്ങൾക്കുള്ള പണം സമ്പാദിക്കുകയും ചെയ്യുന്നു. കൂടാതെ ജീവികാരുണ്യ ഫണ്ട് രൂപീകരിച്ച് അത് ആവശ്യമായവർക്ക് എത്തിച്ചു കൊടുക്കുന്ന പ്രവർത്തനവും സജീവമായി നടന്നു വരുന്നു. ഇനി നേട്ടങ്ങളിലേക്ക് പോകാം. നേട്ടങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ മേഖലയിൽ നടത്തിവരുന്ന എല്ലാ വർഷവും നടത്തിവരുന്ന സാഹിത്യ മത്സരങ്ങളിലും കലാമത്സരങ്ങളിലും ഇവിടുത്തെ അമ്മമാർ പങ്കെടുക്കുകയും കഴിഞ്ഞ വർഷത്തെ മേഖലാ ട്രോഫി ഞങ്ങളുടെ ഈ യൂണിറ്റിന് ശൈശവാവസ്ഥയിൽ തന്നെ ലഭിച്ചു എന്നുള്ളത് വളരെ അഭിമാനകരമായ ഒരു നേട്ടമായി കാണുന്നു. പ്രപഞ്ചാത്മാവേ ഉണരൂ ഉണരൂ, വരദായക കൃപാവരം ചൊരിയൂ ചൊരിയൂ, താവക പാദതാരിണ കൂപ്പിടും തവദാസർത്തൻ മാലകറ്റണേ, നോവകറ്റണേ, സത്യമേവ സർവേശ്വര. sa 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 ni sa ri ma ri ma pa ni sa 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 ni sa ri ma ri sa ni pa ma pa ni sa ni pa ma ri ma pa ni sa ni pa ma ri sa ni ri sa. അറിവിൻ കതിരൊളി നിറവിൽ നൽകണേ, അനുപമ ജ്യോതിസേ പരമ്പൊരുളേ. അറിവിൻ കതിരൊളി നിറവിൽ നൽകണേ, അനുപമ ജ്യോതിസേ പരമ്പൊരുളേ. എരിയും തിരികളായി അഗ്നിനാളങ്ങളായി പടരൂ ചൊരിയൂ തമസകറ്റൂ. എരിയും തിരികളായി അഗ്നിനാളങ്ങളായി പടരൂ ചൊരിയൂ തമസകറ്റൂ. അറിവിൻ
കതിരൊളി നിറവിൽ നൽകണേ അനുപമ ജ്യോതിസേ പരമ്പൊരുളേ. വെൺതിങ്കൾ കല പോലെ പ്രഭവിതറി ഒളിച്ചിതറി മനസ്സും ഹൃദയവും ജ്വലിച്ചിടട്ടെ. വെൺതിങ്കൾ കല പോലെ പ്രഭവിതറി ഒളിച്ചിതറി മനസ്സും ഹൃദയവും ജ്വലിച്ചിടട്ടെ. കർമ്മധർമ്മങ്ങൾ ചിന്തകളൊക്കെയും നിന്നിലർപ്പിച്ചെന്നും നീങ്ങിടട്ടെ. കർമ്മധർമ്മങ്ങൾ ചിന്തകളൊക്കെയും നിന്നിലർപ്പിച്ചെന്നും നീങ്ങിടട്ടെ. നടനമായി ചടുലതാളമായി നടനമായി ചടുലതാളമായി അരങ്ങുണരുമീ വേളയിൽ രാഗവീചികൾ മേളങ്ങൾ നൃത്തവും നാട്യവും സർവം ശുഭമായിടാൻ സ്വർഗനാഥ തുണയ്ക്കണേ. പരിശുദ്ധ പരമ ദിവ്യകാരണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ എന്ന് ദിവ്യനാഥനെ പുകഴ്ത്തിപ്പാടുന്ന മാലാക വൃന്ദങ്ങൾക്ക് സദൃശ്യമാണ് അൾത്താര ബാലന്മാർ. അൾത്താരയിൽ ദിവ്യനാഥനോടൊത്ത് വൈദികരുടെ സഹായത്തോടെ ഈശോയ്ക്ക് ബലിയർപ്പിക്കുമ്പോൾ വൈദികനെ സഹായിക്കുക എന്നതാണ് ഞങ്ങളുടെ കടമ. മഞ്ഞളാമ്പുറം ഇടവക എന്ന ഞങ്ങളുടെ ഈ കൊച്ചിടവകയിൽ ഞങ്ങൾ 15 അൾത്താര ബാലന്മാരാണുള്ളത്. എന്നും ദിവ്യബലിയിൽ സജീവമായി പങ്കെടുത്തും ഇടവകയിലെ മറ്റെല്ലാ പ്രവർത്തനങ്ങളിൽ ഞങ്ങൾ പങ്കുകൊണ്ടും ഞങ്ങളെക്കൊണ്ട് കഴിയാവുന്ന വിധത്തിൽ മറ്റുള്ളവർക്കെല്ലാം സഹായം ചെയ്തുകൊണ്ടും ഞങ്ങൾ ഈശോയെ പോലെ ജ്ഞാനത്തിലും പ്രായത്തിലും വളർന്നു വരുവാനും മറ്റുള്ളവർക്ക് നല്ലൊരു മാതൃകയാകാനും പരിശ്രമിക്കുന്നു. ഇതിനുവേണ്ടി ഞങ്ങളെ സഹായിക്കുന്നത് ഞങ്ങളുടെ പ്രിയപ്പെട്ട വികാരി അച്ഛനും സിസ്റ്റർമാരും മത അധ്യാപകരും ഞങ്ങളുടെ ദേവാലയ ശുശ്രൂഷയായ കുഞ്ഞേട്ടനുമാണ്. അവിടുത്തെ വിളവിൻ്റെ വയലിലേക്ക് ഞങ്ങളെ വേലയ്ക്കായി ക്ഷണിച്ച ഈശോനാഥന് ഞങ്ങൾ നന്ദി പറയുന്നു. അതിനോടൊപ്പം വിശുദ്ധ ജോൺ ബർക്കുമൻസിനും പരിശുദ്ധ കന്യാമറിയത്തിനും ഞങ്ങളുടെ ഇടവകയുടെ മധ്യസ്ഥനായ വിശുദ്ധ അന്തോണീസിനും ഞങ്ങൾ നന്ദി പറയുന്നു. off your sorrows, put on your dancing shoes. Let me hear you. Take off your fears and take off your pain. Put on your robes of righteousness. Prove it. Forever and ever and ever he will reign. Take off your burdens, take off your sorrows, put on your dancing shoes. Let me hear you. Take off your fears and take off your pain. Put on your robes of righteousness. Prove it.
ഇടവകയുടെ പരമപ്രധാനമായ ഘടകമാണ് സൺഡേ സ്കൂൾ. ഇടവക വികാരി റവറൻ ഫാദർ തോമസ് അട്ടേക്കാട്ടിൻ്റെ നേതൃത്വത്തിൽ മതബോധന ഡയറക്ടർ റവറൻ ഫാദർ ജോർജ് കാഞ്ഞിരക്കാട്ട് 2013 ഓഗസ്റ്റ് 11 സൺഡേ സ്കൂൾ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തു. തുടക്കത്തിൽ തന്നെ 1 മുതൽ 12 വരെ ക്ലാസ്സുകൾ ആരംഭിച്ചു. 120 കുട്ടികളും 13 അധ്യാപകരും ഈ സേവന രംഗത്തേക്ക് കടന്നു വന്നു. കുട്ടികളിൽ ആത്മീയ ഉണർവ് ജനിപ്പിക്കുന്നതിന് വേണ്ടി ജപമാലയും ആരാധനയും നടത്തിവരുന്നു. സൺഡേ സ്കൂളിൻ്റെ പ്രവർത്തനങ്ങളിൽ ഇടവകക്കാർ ഓരോരുത്തരും അതീവ തൽപരരാണ്. ചുരുങ്ങിയ കാലയളവിൽ നിരവധി നേട്ടങ്ങൾ സൺഡേ സ്കൂളിന് കൈവരിക്കാൻ സാധിച്ചു. വികാരിയച്ഛൻ്റെ തീക്ഷ്ണമായ പ്രാർത്ഥനയും ത്യാഗമനോഭാവവും ആത്മാർത്ഥ സേവനവുമാണ് ഈ വിജയത്തിനും മുൻപോട്ടുള്ള പ്രയാണത്തിനും ഞങ്ങൾക്ക് ശക്തി പകർന്നത്. പ്രാർത്ഥനയുടെ നിറഭേദങ്ങൾ. ടെൻഷനും തിരക്കും നിറഞ്ഞ ഈ ലോകത്ത് നമ്മുടെ കുടുംബ ബന്ധങ്ങളെ വളർത്തുന്നത് ഒരുമിച്ചുള്ള പ്രാർത്ഥനയാണ്. പ്രതിസന്ധികളും പ്രയാസങ്ങളും പൊട്ടിച്ചു കളയുന്ന നമ്മുടെ കുടുംബ ബന്ധങ്ങളെ പ്രാർത്ഥനയുടെയും ദൈവവിശ്വാസത്തിൻ്റെയും സ്നേഹച്ചരടിനാൽ ഇഴചേർക്കാം. മോളെ, മോളിക്കുട്ടി, വാ, പ്രാർത്ഥന ചൊല്ലാം. ദാ വരുന്നു അപ്പച്ചാ. ആ ചേട്ടനെയും അമ്മയൊക്കെ വിളിക്ക്. നാളെ കോളേജിൽ ഒരു പ്രോജക്റ്റ് വെക്കാനുണ്ട്. വാ, പ്രാർത്ഥന കഴിഞ്ഞ് ചെയ്താലേ അത് ശരിയാകൂ. ഈ അമ്മച്ചി എന്തിയേ? അമ്മേ. അതെ, പ്രാർത്ഥന കഴിഞ്ഞ് അപ്പനും മക്കളും കൂടി വരുമ്പോൾ വല്ലതും കഴിക്കണമെങ്കിലേ അടുക്കളയിൽ ഈ ബാക്കിയുള്ളവൻ കഷ്ടപ്പെടണം. ബാ, മുട്ടൂത്ത്. ആകാശങ്ങളിലിരിക്കും ഞങ്ങളുടെ അനശ്വരനായ പിതാവേ, അവിടുത്തെ നാമം വാഴ്ത്തപ്പെടേണമേ, അവിടുത്തെ രാജ്യം വരേണമേ. ആകാശങ്ങളിലിരിക്കും ഞങ്ങളുടെ അനശ്വരനായ പിതാവേ, അവിടുത്തെ നാമം വാഴ്ത്തപ്പെടേണമേ, അവിടുത്തെ രാജ്യം വരേണമേ. ദൈവത്തിന് പ്രിയപ്പെട്ട കുടുംബം, ഇവരെ എനിക്ക് നശിപ്പിക്കണം. ജീവിതത്തിൽ ദുഃഖങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോ ഇവർ ദൈവത്തിൽ നിന്ന് അകലും. ഇവിടെ ആരുമില്ലേ? വർഗീസ് എന്തേ? ആരാ? ചേട്ടൻ ടൗണിലേക്ക് പോയിരിക്കുവാ. വർഗീസ് എൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് പണം കടം വാങ്ങിയായിരുന്നു. പറഞ്ഞ അവധി കഴിഞ്ഞു. എത്രയും വേഗം പണം എനിക്ക് തിരികെ കിട്ടണം. എടി മേരി, കുറച്ച് വെള്ളം എടുത്തേ. എന്താ? എന്തു പറ്റി? എന്നും ബില്ല് പാസ്സായില്ല. ഇനി ഞാൻ എന്ത് ചെയ്യും? കടക്കാരോടൊക്കെ ഞാൻ എന്താ ഇനി പറയാ? അപ്പച്ചാ, ഞാൻ പോവുക. ഫീസ് അടയ്ക്കാനുള്ള പണം ഇപ്പോൾ എന്റെ കയ്യിലില്ല. നീ ഇപ്പൊ പോ. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? കോളേജിൽ പണം അടയ്ക്കണ്ടേ? എന്റെ കയ്യിലില്ലെന്ന് പറഞ്ഞില്ലേ? ഈ വീട്ടിൽ യാതൊരു സമാധാനവുമില്ല. എന്നെ ആരും സ്നേഹിക്കുന്നുമില്ല. മടുത്തു. മുടിഞ്ഞ പഠനവും നശിച്ച ജീവിതവും.
മിസ്റ്റർ വർഗീസ് അല്ലേ? ജോസ് എം വിയുടെ? അതെ. ഞാൻ അവൻ്റെ അധ്യാപകനാണ്. അവനിപ്പോൾ കോളേജിലേക്ക് വരാറേയില്ല. ഞാൻ കേട്ടത് ലഹരി വസ്തുക്കൾക്ക് അടിമപ്പെട്ട് കൊട്ടേഷൻ സംഘങ്ങളിൽ അകപ്പെട്ടിരിക്കുകയാണെന്നാണ്. ഹലോ ഹലോ, മിസ്റ്റർ വർഗീസിന്റെ വീടല്ലേ? അതെ. ഞാൻ ദാസപ്പനാ. നിങ്ങളുടെ മകൾ എന്തേ? അവൾ നോക്കണ്ട, അവൾ അവിടെ ഇല്ല. അവളെ പോലീസ് ടൗണിലെ ഒരു ലോഡ്ജിൽ നിന്നും പൊക്കി. കാമുകൻ ചതിച്ചതാണത്രേ. ഞാൻ കണ്ടതാ. ദൈവമേ, ഞാനിനി എന്താ ചെയ്യുക? നാണമില്ലേ മനുഷ്യ ദൈവത്തെ വിളിക്കാൻ. നമുക്കേ ആ കണിയാന്റെ അടുത്ത് പോയി പ്രശ്നം വെക്കാം. നമ്മുടെ തകർച്ചകളൊന്നും മാറാതിരിക്കില്ല. ഇല്ല, ഞാൻ ഒരിക്കലും എന്റെ ദൈവത്തെ തള്ളി പറയില്ല. എനിക്കുള്ളതല്ല എന്റെ ദൈവത്തിന്റെ ദാനങ്ങളാണ്. ദൈവം തന്നു, ദൈവം എടുത്തു. ദൈവമേ, ദൈവമേ, ഒരിക്കലും ഒരിക്കലും നിന്നെ ഉപേക്ഷിക്കാൻ എന്നെ അനുവദിക്കരുതേ. അപ്പച്ചാ, അപ്പച്ചാ. അപ്പച്ചാ. എല്ലാ ജീവിത നാടകങ്ങളുടെയും അവസാനം ശുഭപര്യവസായിയല്ല. നമ്മുടെ ഈ കുഞ്ഞു തലയ്ക്ക് പിടികിട്ടാത്ത അനേകം സമസ്യകളുടെ കൂമ്പാരമാണ് ഈ ജീവിതം. അതിനു മുൻപിൽ വിറങ്ങലിച്ചു നിൽക്കാതെ എല്ലാം സൃഷ്ടിച്ച നല്ല തമ്പുരാന്റെ മുൻപിൽ നമുക്ക് ശിരസ്സു നമിക്കാം, ജീവിതം നൽകാം. സ്വർഗത്തിലെ പോലെ ഭൂമിയിലും നിന്റെ സ്വപ്നങ്ങൾ വിടരേണമേ. സ്വർഗത്തിൽ